ഹലോ ഗായ്സ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. റൂം ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. നോമ്പിന് കുറച്ച് മുമ്പാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. എന്നിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നോമ്പ് കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ യൂഷ്വലി എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ചായയിലാണ് കേട്ടോ. ഇപ്പോൾ ഞാനാണ് ഫസ്റ്റ് എണിക്കുന്നെങ്കിലില്ലേ, എണിച്ചപാടെ ആദ്യം പോയി വെള്ളം കുടിക്കില്ലാന്ന്. എന്നാലും ഞാൻ എണിക്കുമ്പോഴത്തേക്ക് ചായ റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നില്ല, നേരെ പോയി ചായ കുടിക്കും. അതൊരു നല്ല ശീലമൊന്നുമല്ല, മാറ്റിയെടുക്കണം, മാറ്റാം. പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ബുക്കില്ലേ, ഇത് കസിൻ്റെ അടുക്കുന്ന ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയാന്ന്. മലയാള മനോരമ, കളിക്കൊടുക്ക, ബാലരമ അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ച് തിരിട്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് സാഹിത്യമില്ലോണ്ട് അടങ്ങ് വെച്ച്. പക്ഷെ ഞാനതെന്തായാലും വായിച്ച് കവർ ചെയ്യും കേട്ടോ. പിന്നീട് കുറച്ച് നാളായിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യലുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടില്ല, എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊന്ന് പോസിറ്റീവ് ആകുന്ന പോലെ, അതായത് നമുക്ക് നമ്മളെ മൈൻഡ് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പോകുന്ന പോലെല്ലാം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡേ നമ്മളൊരു ഡേ തുടങ്ങുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്സോടും എന്ത് അങ്ങനെ തുടങ്ങണം എന്നല്ല. അപ്പോൾ ഞാൻ എന്താക്കും, രാവിലെ എണിച്ചൊരു ബുക്ക് എടുത്തിട്ട് ആ ഒരു ഡേ 1 day 2 എന്ന് അങ്ങനെ കൊടുത്തിട്ട് ഒരു 10 നല്ല കാര്യങ്ങൾ, 10 or 5 ഒരു പോയിൻറ്റ്സ് പോലെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ആ ഒരു ഡേ ഫുള്ളൊരു എനർജറ്റിക് ആയിട്ടും ഒരു പോസിറ്റീവായ രീതിയിലും പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. പിന്നെ എനിക്കുണ്ടായ ഒരു ശീലമാണ് രാവിലെ എണിച്ചപാടെ ഫോണെടുത്ത് സ്ക്രോൾ ചെയ്യൽ. ആ ഒരു ശീല ഇപ്പം അടുത്തായിട്ട് ഞാൻ മാറ്റി. അതുകൊണ്ട് കുറച്ചും കൂടി, അതായത് നമ്മൾ രാവിലെ തന്നെ ഈ ഒരു ഫോൺ നോക്കുമ്പോൾ എന്തെങ്കിലും വാട്സപ്പും കാര്യങ്ങളും തുറന്ന് നോക്കുമ്പോൾ നെഗറ്റീവ് കാര്യമാണ് ഫസ്റ്റ് തന്നെ കാണുന്നത് എന്നുണ്ടെങ്കിലല്ലേ, പിന്നെ ആ ഒരു ഡേ മൊത്തം നെഗറ്റീവായി. അപ്പോൾ അതുകൊണ്ടില്ലേ രാവിലെ എണിച്ചിട്ട് ഒരു 1 hour വരെ ഞാൻ അതായത് ഫോൺ തൊടാൻ പോവില്ല. അത് ഇപ്പായിട്ട് മാറ്റി വെച്ചൊരു ശീലമാണ് കേട്ടോ, നല്ലതാണ്. എന്നെ ഈ ഒരു ഏരിയയിലില്ല നമ്മൾ ഫിഷ് പോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ മീൻകുട്ടന്മാർ മുന്നേ കുറേ ഉണ്ടായിരുന്നിട്ട് അതെല്ലാം പോയി ചത്ത്. അപ്പോൾ ഇത് അടുത്തായിട്ട് വാങ്ങിയൊരു 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു, 1 പോയി. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഈ ഒരു ക്ലീനിങ് പരിപാടിയെല്ലാം ഞാനല്ല, ശരിക്കും ഉമ്മാൻ്റെ പണിയാന്ന് കേട്ടോ. ഇതിപ്പം ഞാൻ എണിച്ചപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ട് കാണുമ്പോൾ. പക്ഷെ എനിക്ക് കൈയിടാൻ ഭയങ്കര പേടിയാണ്, അത് കൊത്തൊന്നുമില്ലല്ലോ, ഒരു ടെൻഷന്. അപ്പോൾ ആ ഫിഷ് ഞാൻ വേറൊരു പാത്രത്തിലിട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റോണിലില്ല കല്ല്, അതും വേറെ തന്നെ കഴുകി വെച്ചിന്. ഇനിയിപ്പം ആ ഒരു പോട്ടിൽ, ഈ ഒരു പോട്ട് നമ്മൾ അടിക്കുമ്പോഴില്ല നല്ല ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ തീരെ വെയിറ്റില്ലാത്തൊരു പോട്ടാണ് കേട്ടോ. എന്നാലോ നല്ല, അതായത് ഒരു മീഡിയം കുഞ്ഞ് പോട്ട്. കിച്ചണിലോ നമുക്കൊരു ഡെക്കറേഷൻ പോലെ വീഡിയോസും കാര്യമെല്ലാം എടുക്കുമ്പോഴില്ല ആ ഒരു കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാന്നുള്ളത്. ഈ ഒരു സംഭവത്തിൻ്റെ എല്ലാം മെയിൻ ആൾ ഉമ്മാണ് ഫസ്റ്റ് ഇത് വാങ്ങിയത്. ഇതല്ല, മുന്നേ ഇതിനെക്കാളും വലുതാണ് കേട്ടോ ഉണ്ടായത്. വലിയ പോത്തും കുറേ മീനും, അത് നമ്മൾ ഹോളിലാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഉമ്മാനോട് ഇങ്ങനെ ഞാൻ ചോദിക്കും, ഇതെന്തിന് ഇവിടെ വാങ്ങിയിട്ട് വെച്ചിരുന്നില്ല ഫസ്റ്റ്, ഇപ്പം അല്ല. അപ്പോൾ പറയും ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ എന്തോ രസമാണെന്ന്. അപ്പോൾ ആ പറഞ്ഞത് ശരിയാണെന്ന് പിന്നെയാണ് കേട്ടോ എനിക്ക് ക്ലിക്കായത്. കാരണം നമ്മളിങ്ങനെ ബോറടിച്ചെല്ലാം വെക്കുന്ന ടൈമിലല്ലേ ഇന്നൊന്ന് ക്ലീൻ ആക്കുക, എനിക്ക് ഫുഡ് കൊടുക്കുക, കുറേ ടൈം ഇന്ന് നോക്കിയിരിക്കുക, അതെല്ലാം നമുക്ക് എന്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അൽഹാന്, അതായത് എൻ്റെ മോനെല്ലാം വന്നതിന് ശേഷമില്ലേ ഉമ്മ ഇയാളെ മറന്നിട്ടുണ്ട് കേട്ടോ. ഓൻ്റെയൊക്കെ എല്ലാം കളിച്ചുകൊണ്ടെല്ലാം വെക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ച് കുറഞ്ഞൊന്നൊരു ഡൗട്ടില്ല, അതില്ല. പിന്നെ ഇന്ന് മെയിൻ ക്ലീനിങ് പരിപാടിയാണ്. ഇത് നോമ്പിൻ്റെ ക്ലീനിങ് ഒക്കെ അല്ലേ, അതാണ് സംഭവം. ജനലെല്ലാം ഒന്ന് തുടച്ച് വന്ന് ബെഡ്റൂമിലെ അവസ്ഥകൾ കണ്ട എല്ലാം ഞാൻ വലിച്ചു വാരിയിട്ടിന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കബോർഡിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം നമ്മളെ വണ്ണാമ്പലില്ലേ അതെല്ലാം പൊടിച്ചിട്ടാണ് ഉള്ളത്. മുകളിലായാലും ഫുള്ള് കച്ചറയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കണം. ഇതെല്ലാം ഇടയ്ക്ക് എപ്പോഴെങ്കിലാണ് ക്ലീനാക്കൽ. അതിൻ്റേതായ കച്ചറ സ്മെല്ലുണ്ട്. പിന്നെ ഈ ഒരു കപ്പായിട്ട് നമുക്ക് വലിക്കാനൊന്നും കഴിയില്ല. ആകെ ആ ഒരു മിറർ സെക്ഷനില്ലേ, ആ ഒരു സൈഡ് മാത്രമാണ് വലിക്കാൻ കഴിയുന്നത്. അത് അത്യാവശ്യം നല്ല കച്ചറയുണ്ട്. ഇങ്ങനത്തെ ബ്രഷിലില്ല എടുക്കുമ്പോൾ നല്ല
ഛർദിക്ക് വരുന്നത്. അപ്പം നല്ലോണം മൂക്കിലേക്കെല്ലാം മാസ്ക് എല്ലാം ഇട്ടിട്ടാണ്, ഇല്ലെങ്കിൽ തുമ്മി പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. പിന്നെ മെയിൻ പ്രോബ്ലം എനിക്ക് ആ ഒരു എൻ്റെ ജനലില്ലേ അങ്ങോട്ടേക്കൊന്നും കൈയെത്തുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെല്ലാം ഞാൻ അങ്ങ് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി നോക്കിനി. ഡ്രസ്സിങ് ടവലെല്ലാം വലിച്ചിട്ട് സൈഡൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ബാക്ക് സൈഡ് ഇങ്ങനെ ആ ഒരു തണുപ്പിൻ്റെ ടൈമിലെല്ലാം ഉണ്ടാകുന്നില്ല, ഒരു പൂപ്പൽ പോലെ അങ്ങനെയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇത് കണ്ട ഏട്ട, ഈ മീനിൻ്റെ പേര് നമ്മളിങ്ങോട്ട് ഏട്ടെന്നുള്ളതുണ്ട് പറയലേ. അതും പയറെല്ലാം കൊണ്ടുവന്നതിന് ഞാനൊരു ഏട്ട ലവറാണ് ഏട്ടത്തല എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു മീനിൻ്റെ ഭയങ്കര ഫാനാണ്. ചെറിയ കുഞ്ഞേട്ടൊന്നും തോന്നില്ല, നല്ല വലിയ ഏട്ടത്തലയില്ല, ഫ്രഷ് ആയിട്ടുള്ള മുളകെല്ലാം ഇട്ടച്ച കറിയില്ലേ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഉമ്മ റെഡിയാക്കുന്നുണ്ട്. ഇത് കണ്ട, ഇത് നമ്മളെ മോളിൽ നിന്ന് കപ്പാട്ടിൻ്റെ മോളിൽ നിന്ന് ഞാൻ ഇപ്പം എല്ലാം വിൽക്കുന്ന ടൈമിൽ സൈഡിലേക്ക് പോകുന്നതാണ്. ഇത് കണ്ട എനിക്ക് എത്തുന്നേ ഇല്ല അങ്ങോട്ടേക്ക്, എങ്ങനെയെല്ലാം എത്തിപ്പറിച്ചതെല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു സ്ലാബിൻ്റെ മുകളിൽ കണ്ട, ഇത് കാലി ബോക്സാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കിട്ടുന്ന എടുത്ത് വെച്ചാണ്, ആവശ്യമില്ലാണ്ട് ഇപ്പം എടുത്ത് കളയണം. അപ്പം അതെല്ലാം പൊടി തട്ടിക്കളഞ്ഞ് ആ ഒരു സൈഡിലെല്ലാം താഴെ ഇട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താഴത്തെ അവസ്ഥയാണ് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പറില്ല ജനലും കൂടി ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലീനിങ് ഇല്ല, ഇതിപ്പം ഒന്നിച്ചെടുത്ത് തീർന്നൊന്നുമല്ല, കുറച്ചായിട്ട് ഒരു ഭാഗം ക്ലീനാക്കി പിന്നെ കുറച്ച് ഇരുന്ന് അതിൻ്റെ ഇടയിൽ മോന് കരയും. അപ്പോൾ ഓൻ്റെ ബാക്കിലേക്ക് പോയി അങ്ങനെ ടൈം എടുത്തിട്ടാണ് കേട്ടോ ക്ലീനിങ് എല്ലാം ചെയ്തെടുക്കുന്നില്ലത്. ഇത് കുറച്ച് ഓരോ സെക്ഷൻ ചെറുതായിട്ട് ക്ലീൻ ആക്കും, എന്നിട്ട് പോയിരിക്കും. അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കും, എന്തെങ്കിലും കുടിക്കാനോ തിന്നാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒന്നിച്ച് നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ പോകാനൊന്നുമില്ലല്ലോ. പിന്നെ മോന് അലമ്പാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉമ്മാമാർ, അതായത് ചെറിയ മക്കളിൽ ഉമ്മാമാരുടെ അവസ്ഥ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ അത് മെല്ലെ മെല്ലെ എടുത്ത് തീർത്തിയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിൻ്റെ ക്ലീനിങ്. ഇനിയിപ്പം മൊത്തം താഴെയില്ല, ഇതെല്ലാം അടിച്ചു വാരണം. പിന്നെ എനിക്ക് ഫോൺ വെക്കാനോ ക്യാമറ സ്റ്റാൻഡിൽ വെക്കാനോ ഒന്നും കഴിഞ്ഞില്ല. മോനെ വന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇതാക്കുന്നപ്പോൾ പിന്നെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോസ് എല്ലാം ചെയ്യുന്നത് കണ്ട. അതിൻ്റെ ഇടയിൽ ഓനിക്കും പണിയെടുക്കണമെന്ന് എന്നാൽ ആയിക്കോട്ടെ എന്ന് ഞാനും. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ക്ലീനാക്കി. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല നമ്മളെ റൂമിൻ്റെ ഹാളാണ് കേട്ടോ ഇതിപ്പം ഈ ഒരു മാറ്റ് ഞാൻ ഇപ്പം വിരിച്ചത് വീഡിയോ എടുക്കാൻ. ഇനിയിപ്പം അതെടുക്കും, കാരണം എൻ്റെ മോന് ഫുള്ളത് അലമ്പാക്കും, അതുകൊണ്ട് അത് എടുത്തു വെക്കും. ഇതിൽ ഞാൻ മീഷോന്ന് പണ്ടികെ വാങ്ങിച്ച മാറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സെല്ലാം ഉണ്ടായിന്, അതെല്ലാം പോയി. പിന്നെ ഈ ഒരു വേർഡ്സ് ഞാൻ എടുത്തിട്ട് അടിക്കട്ട് വിചാരിച്ച് എല്ലാം ചേഞ്ച് ആക്കണം. അപ്പോൾ ഇത്രയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.